ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ സ്റ്റുഡൻറ് വിസയുടെ ആവശ്യമില്ല. സ്റ്റുഡൻറ് വിസ ഇല്ലാതെ തന്നെ നമുക്ക് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് പലർക്കും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വീഡിയോ ചിലപ്പം യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ മെയിനായിട്ട് 3 വിസ ആണുള്ളത്. ഇതിനെ നമ്മൾ ഓഫ് ഷോർ വിസസ് എന്ന് പറയും. ഇതിനപ്പോൾ ഒരു ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയോ ഒരു ഓസ്ട്രേലിയൻ എംപ്ലോയറോ ഒരു ഓസ്ട്രേലിയൻ വർക്ക് എക്സ്പീരിയൻസോ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽസും ക്വാളിഫിക്കേഷൻസും പോയിന്റ്സും ഒക്കെ വെച്ച് ഡയറക്റ്റ്ലി ഓസ്ട്രേലിയക്ക് പുറത്തുനിന്ന് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ വിസ. ഇതിൽ മെയിനായിട്ടുള്ളത് 3 വിസ സബ് ക്ലാസ് ആണ്. ഒന്ന് 189, പിന്നെ 190, അത് കഴിഞ്ഞ് 491. ഈ 3 വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഒരു മിനിമം 65 പോയിന്റ്സ് വേണം. ഈ പോയിന്റ്സ് വെച്ചിട്ടാണ് നമ്മളുടെ ഒരു എലിജിബിലിറ്റി ഇവർ നിശ്ചയിക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ് സിസ്റ്റത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം. നമ്മൾ ആദ്യത്തെ വിസയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 189 ഇതെന്ന് പറയുന്ന ഒരു സ്പോൺസറിൻ്റെ ആവശ്യമില്ലാത്ത ഡയറക്റ്റ് PR കിട്ടാവുന്ന ഒരു വിസയാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് PR കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകുന്നു. ഇതിൻ്റെ ഒരു ചാൻസ് നിങ്ങളുടെ ഒരു പോയിന്റ്സിനെ ബേസ് ചെയ്തിരിക്കും. മിനിമം 65 ആണെങ്കിലും എത്ര പോയിന്റ്സ് കൂടുതലുണ്ടോ അത്രയും കൂടുതൽ ചാൻസ് ആയിരിക്കും നിങ്ങൾക്ക് ഈ വിസ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിന് ഒരു സ്പോൺസറിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് PR കിട്ടിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും താമസിക്കുകയോ ജോലി ചെയ്യുകയോ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. അടുത്ത വിസ എന്ന് പറയുന്നത് 190 ആണ്, 190. ഇതിന് നിങ്ങൾക്ക് ഒരു സ്റ്റേറ്റിൻ്റെ സ്പോൺസർഷിപ്പ് ആവശ്യമാണ്. അപ്പോൾ സ്റ്റേറ്റ് നിങ്ങളെ സ്പോൺസർ ചെയ്യുന്നതിനോടുകൂടെ ഒരു എക്സ്ട്രാ 5 പോയിന്റ് കൂടി നിങ്ങൾക്ക് തരും. ഇത് കിട്ടാൻ 189 വിസയെക്കാട്ടി കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. അവർ പറയുന്ന സ്റ്റേറ്റിൽ നിങ്ങൾ ആദ്യം കുറേ വർഷങ്ങൾ താമസിക്കണം. ഇനി നമ്മുടെ മൂന്നാമത്തെ വിസ സബ് ക്ലാസ് എന്ന് പറയുന്നത് 491 ആണ്. ഇതൊരു സ്കിൽഡ് റീജിയണൽ വിസയാണ്. ഇതൊരു ഡയറക്റ്റ് PR അല്ല. നിങ്ങൾക്ക് 3 വർഷം ഓസ്ട്രേലിയയിൽ താമസിച്ചതിന് ശേഷം PR-ന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആദ്യത്തെ കുറച്ച് വർഷം നിങ്ങൾ ഈ റീജിയണൽ ഏരിയയിൽ താമസിക്കണം. റീജിയണൽ ഏരിയ എന്ന് പറയുന്നത് അത്ര ദൂരമൊന്നും ആയിരിക്കത്തില്ല. ചിലപ്പോൾ മെയിൻ സിറ്റിയിൽ നിന്ന് ചിലപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ ഒരു 2 മണിക്കൂറോ ട്രെയിനിൽ ഇതൊക്കെ ആയിരിക്കും റീജിയണൽ ഏരിയ വരുന്നത്. ഈ വിസയ്ക്ക് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇത് കുറച്ചുകൂടെ ഈസിയാണ് കിട്ടാൻ. പിന്നെ ഇത് അപ്ലൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ 15 പോയിന്റ് കൂടെ കിട്ടും. ഇനി നിങ്ങൾക്ക് ഇതിനൊരു ബേസിക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏജ് ആണ്. നിങ്ങളുടെ ഏജ് 44 അതിന് താഴെയോ ആയിരിക്കണം ഈ 3 വിസ അപ്ലൈ ചെയ്യണമെങ്കിൽ. 45 അതിൽ കൂടുതലും ആണെങ്കിൽ നിങ്ങൾ എലിജിബിൾ അല്ല. രണ്ടാമത്തെ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ആണ്. നിങ്ങളുടെ ഒരു ഒക്യുപ്പേഷൻ ഓസ്ട്രേലിയയിലെ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടാവണം. അതായത് SOL ലിസ്റ്റിൽ. ഫോർ എക്സാമ്പിൾ ഇലക്ട്രീഷ്യൻ, നേഴ്സ്, ഷെഫ്, അക്കൗണ്ടന്റ്, ഇതൊക്കെ ജോലികളാണ്. ഈ ഒരു ലിസ്റ്റിലുള്ള ജോലികളാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതാണ്ട് ഒരു 200 കൂടുതൽ ഒക്യുപ്പേഷൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇതിന് എലിജിബിൾ ആയിരിക്കും. അതിൻ്റെ ഒരു ലിങ്ക് ഒക്കെ ഞാൻ കമൻസിൽ കൊടുക്കാം. നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ ഒക്യുപ്പേഷൻ അതിനകത്തുണ്ടോ ഇല്ലയോ എന്ന്. മൂന്നാമത്തെ എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു സ്കിൽ അസസ്മെൻ്റ് ആണ്. നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനൊക്കെ ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ഇവർ ചെക്ക് ചെയ്യും. അപ്പോൾ ഓരോ ഒക്യുപ്പേഷനും ഓരോ അതോറിറ്റിയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. പോസിറ്റീവ് കിട്ടിയാലേ മാത്രമേ നിങ്ങൾ ഇതിന് എലിജിബിൾ ആവുള്ളൂ. അടുത്തത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിൻ്റെ ഒരു സ്കോറാണ്. ഇത് IELTS ആണ് സാധാരണ കുറച്ച് പോപ്പുലർ ആയിട്ടുള്ളത്. IELTSന് നിങ്ങൾക്ക് മിനിമം ഒരു 6 എങ്കിലും വേണം ഈച്ച് ഏരിയ. അതായത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. ഈ 6 ബാൻഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിനൊരു എക്സ്ട്രാ പോയിന്റ് ഒന്നും കിട്ടുന്നില്ല. പക്ഷേ നിങ്ങൾ ഈച്ച് സെക്ഷനിൽ 7 ബാൻഡ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അതായത് റീഡിങ്, റൈറ്റിംഗ്, സ്പീക്കിംഗ്, ലിസണിങ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ഈച്ച് സെക്ഷനിൽ 8 ബാൻഡ് കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20 പോയിന്റാണ് കിട്ടുന്നത്. IELTS അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ഒരു ബേസിസിൽ. ഇനി നിങ്ങൾക്ക് പോയിന്റ്സ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത് നോക്കാം. നിങ്ങളുടെ ഒരു ഏജ് 18-നും 24-നും ഇടയ്ക്കാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 25 പോയിന്റ് ആയിരിക്കും. പിന്നെ 25-നും 32-നും ഇടയ്ക്കാണ് നിങ്ങളുടെ ഒരു പ്രായമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 30 പോയിന്റ് ആണ്. അതുപോലെ 33 തൊട്ട് 39 വരെ ഏജ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് വീണ്ടും 25 പോയിന്റ്. പിന്നെ 40-നും 44-നും ഇടയ്ക്ക് ഏജ് എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് കുറച്ച് കുറവാണ്, 15 പോയിന്റേ ഉള്ളൂ. ഇനി IELTS സ്കോർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 7 ബാൻഡ് ഈച്ച് സെക്ഷന് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു 8 ബാൻഡ് വരെ കൊണ്ടുവരാമെങ്കിൽ ഈച്ച് സെക്ഷനിൽ നിങ്ങൾക്ക് 20 പോയിന്റ് ഇംഗ്ലീഷിന് തന്നെ കിട്ടും. ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിപ്ലോമയോ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 പോയിന്റ് ആണ്. ഇനി നിങ്ങൾക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് 15 പോയിന്റ് കിട്ടും. അപ്പോൾ മാസ്റ്റേഴ്സിന് പ്രത്യേകം പോയിന്റ് ഒന്നുമില്ല. ബാച്ചിലേഴ്സ് ആണെങ്കിലും മാസ്റ്റേഴ്സ് ആണെങ്കിലും 15 പോയിന്റേ കിട്ടുന്നുള്ളൂ. ഇനി നിങ്ങൾക്കൊരു PhD ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് നിങ്ങൾക്ക് കിട്ടുന്നത് 20 പോയിന്റ് ആണ്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് എഡ്യൂക്കേഷൻ
കിട്ടാവുന്നത് PhD ആണ് 20 പോയിന്റ്. നിങ്ങളുടെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് വെച്ച് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നതാണ്. അപ്പം 3 വർഷത്തിൽ താഴെയാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളെങ്കിൽ അതിന് പ്രത്യേകിച്ചും പോയിന്റ് ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പക്ഷെ നിങ്ങൾക്ക് 3 to 4 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റ് ഇതിന് കിട്ടും. 5 to 7 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ്. അത് കഴിഞ്ഞ് 8+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 15 പോയിന്റ് കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് മറ്റേ 2 വിസ 190 and 491 ഇതിന് നിങ്ങൾക്ക് സ്റ്റേറ്റ് സ്പോൺസർഷിപ്പ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് 5 പോയിന്റും 15 പോയിന്റും കിട്ടുന്നതായിരിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സ്പൗസോ പാർട്ട്ണറോ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പോയിന്റ്സ് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്പൗസിന് ഒരു ബേസിക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ബാൻഡ് 6 ഒക്കെ കിട്ടുവാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഒരു 5 പോയിന്റ് എക്സ്ട്രാ കിട്ടും. അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ ഇംഗ്ലീഷിൻ്റെ കൂടെ അവരുടെ ഒരു ഒക്യുപ്പേഷൻ ഈ പറഞ്ഞ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിനും ഒരു 5 പോയിന്റ് കിട്ടും. അപ്പം ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ 10 പോയിന്റ്, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളെങ്കിൽ 5 പോയിന്റ് കിട്ടത്തുള്ളൂ. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ നിങ്ങളുടെ ഒരു ഒക്യുപ്പേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ കമൻസിൽ കൊടുക്കാം, നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഒക്യുപ്പേഷൻ ഇതിനകത്തുണ്ടോ ഇല്ലയോ എന്നത്. രണ്ടാമെന്ന് പറയുന്ന ഒരു സ്കിൽ അസസ്മെൻ്റ് ആണ്. ഇത് നിങ്ങളുടെ ഒരു ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസും ഒക്കെ അവർ ചെക്ക് ചെയ്യുകയും വെരിഫൈ ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾ അയച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലിങ്കും ഞാൻ കമൻസിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സ് ഏതാണ്ട് ഒരു 2 to 4 months വരെ എടുക്കും. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ആണ്. അപ്പം ഒരു IELTS എക്സാം ബുക്ക് ചെയ്യുക. എന്നിട്ട് ഒരു മാക്സിമം 7 അല്ലെങ്കിൽ 8 കൊണ്ടുവരാമെങ്കിൽ അത്രയും നല്ലത്. 7 അല്ലെങ്കിൽ 8 കൊണ്ടുവരണം, എന്നാലേ നിങ്ങൾക്ക് എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുകയുള്ളൂ. അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ആണ്. നിങ്ങൾക്കൊരു പോസിറ്റീവ് റെസ്പോൺസ് വരിക നിങ്ങളുടെ സ്കിൽ അസസ്മെൻറ്റിൽ എങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് നിങ്ങൾ കൊടുക്കേണ്ടതാണ്. അത് സ്കിൽ സെലക്ട് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിലാണ് അത് കൊടുക്കേണ്ടത്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇതിനകത്ത് നിങ്ങൾ നിങ്ങളുടെ പോയിന്റ്സും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുക. ഇതിന് പ്രത്യേകിച്ച് ഫീ ഒന്നുമില്ല. പിന്നത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഇൻവിറ്റേഷൻ വരും വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു സമയം ഡിപ്പെൻഡ് ചെയ്യും വിസ സബ് ക്ലാസ് അനുസരിച്ചും പിന്നെ ആ ജോലിയുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചും. ചിലപ്പം 1-2 മാസത്തിനുള്ളിൽ വരും, ചിലപ്പം 6 to 12 months വരെ ഈ ഇൻവിറ്റേഷൻ വരാൻ വേണ്ടി എടുക്കും. അപ്പോൾ ഒരു ഇൻവിറ്റേഷൻ വന്നു ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ വിസ ഫീയും പിന്നെ ഡോക്യുമെൻറ്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ മെയിൻ ആപ്ലിക്കൻറ്റിന് ഏതാണ്ട് ഒരു $4,600 ആണ്. പിന്നെ സ്പൗസിനും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്ട്രാ ഫീ ഉണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പോലീസ് ക്ലിയറൻസും ഹെൽത്ത് ക്ലിയറൻസും ആണ്. അപ്പോൾ ഇതുകൂടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് PR കിട്ടുന്നതായിരിക്കും. അപ്പോൾ പ്രോസസ്സിംഗ് ടൈം ഏറ്റവും കുറവുള്ളത് വിസ 491-നാണ്, ഏതാണ്ട് 4 to 6 months. ബാക്കി രണ്ടും ഏതാണ്ട് 6 to 12 months വരെയൊക്കെ എടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി കാണും ഏതൊക്കെ വിസയാണ് സ്റ്റുഡൻറ്റ് വിസ ഇല്ലാതെ നിങ്ങൾക്ക് PR കിട്ടാവുന്നത് എന്ന്. അപ്പം ഇത് നിങ്ങളുടെ ഒരു എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുക. എലിജിബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ചില കാര്യങ്ങളൊക്കെ നോക്കിയാൽ പെട്ടെന്ന് എലിജിബിൾ ആവാവുന്നതേ ഉള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് PR ഈസിലി കിട്ടാവുന്നതേ ഉള്ളൂ.